പുരോഹിതനെ നിങ്ങള് വിളിച്ച് കൊണ്ടുവന്ന് അവൻ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരും. These priests were like some of today's Christian preachers and pastors. ഈ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയ പുരോഹിതന്മാരുണ്ടല്ലോ, ഇന്ന് നാം കാണുന്നതായിരിക്കുന്ന പല ക്രിസ്തീയ പ്രവർത്തകരെ കുറിച്ച് പുരോഹിത പാസ്റ്റർമാരെ പോലെയുള്ളവരാണ്. It says they came into the land and taught them, verse 28, how to fear the Lord. 28-ാം വാക്യത്തിൽ നാം കാണുന്നത്, അങ്ങനെ അവർ ഈ പുരോഹിതന്മാർ ശമര്യയിൽ നിന്ന് കൊണ്ടുപോകപ്പെട്ടവരായിരുന്നു. അവര് ബഥേലിൽ വന്ന് താമസിച്ചിട്ട് യഹോവയെ ഭജിക്കേണ്ടുന്ന വിധം ഈ വന്ന ജനത്തിന് ഉപദേശിച്ചു കൊടുത്തു. But they taught them to fear the Lord in such a way that in their houses they still worshipped other gods, it says in verse 29. യഹോവയായ ദൈവത്തെ ആരാധിക്കേണ്ട ഭജിക്കേണ്ട വിധം ഈ പുരോഹിതന്മാരെ പറഞ്ഞു കൊടുത്തു എന്നുള്ളത് എഴുതിയിരിക്കുന്നെങ്കിലും അതിന്റെ രസം എന്താണെന്നറിയാമോ? അവരുടെ വീടുകളില് അവരുടേതായ പഴയ ജാതീയ വിഗ്രഹങ്ങളെ ആരാധിക്കുവാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായി. This is exactly what is happening in almost every Christian denomination. ഇന്ന് നാം ചുറ്റും കാണുന്നതായിരിക്കുന്ന മിക്കവാറും എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളിലും നടന്നു വരുന്ന ദൈവാരാധന ഈ വിധത്തിലുള്ളതാണ്. Sunday morning they come to worship the true God. ഞായറാഴ്ച രാവിലെ സത്യ ഏക ദൈവത്തെ ആരാധിക്കാനായിട്ട് ജനം കടന്നു വരുന്നു. They go home and they worship money. അവര് മടങ്ങി വീട്ടിലേക്ക് ചെന്നിട്ട് മറ്റൊരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അതൊരു വിഗ്രഹമല്ല എന്ന വ്യത്യാസമുള്ളൂ. പണത്തെയാണ് പലരും ആരാധിക്കുന്നത്. And so it says about these people. ആ ജനത്തെ കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കുക. Verse 33, they feared the Lord, but they served their own God. 33-ാം വാക്യം, അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ടു പുറപ്പെട്ടു പോകുന്ന ജാതികളുടെ മര്യാദ പ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോകും. Just like all the other nations. ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നടന്നതുപോലെ തന്നെയായിരുന്നു അവരുടെ ഈ ആരാധന. This is how many Christians are. അനേക ക്രിസ്ത്യാനികളും ഈ മട്ടിലാണ് ഇരിക്കുന്നത്. Sunday morning they fear the Lord and worship. ഞായറാഴ്ച രാവിലെ യഥാർത്ഥ ദൈവത്തെ ഭയപ്പെടുകയും അവനെ ആരാധിക്കുകയും ചെയ്യുന്നു. The rest of the week, just like everybody else in the world, like all the other nations, എന്നാൽ serve the God called man. എന്നാൽ ആഴ്ചയുടെ മറ്റു ദിവസങ്ങളില് സമയത്തിന്റെ ഭൂരിഭാഗവും മാമോൻ എന്ന് പറയുന്നതായിരിക്കുന്ന ദൈവത്തെ സേവിക്കുവാനാണ് അവര് മനസ്സ് വെച്ചിരിക്കുന്നത്. അവന് ഉൾപ്പെടെ നിൽക്കുന്ന സഭയുടെ ഒരു ആരാധന മീറ്റിംഗ് അവൻ സംബന്ധിക്കുമ്പോൾ വികാരഭരിതനാണ്. കണ്ണുകളിൽ നിന്ന് കണ്ണുകൾ ധാരയായി ഒഴുകുന്നു. ഹൃദയത്തിൽ നിന്ന് അവൻ ദൈവത്തോട് സംസാരിക്കുന്ന അവൻ വിചാരിക്കുന്നത് ജീവനുള്ള സത്യ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സത്യ ആരാധനക്കാരനാണ് അവനെന്നാണ്. I'm sure these people felt like that too. ഇവിടെ ഈ ശബരിയിൽ വന്ന് താമസിച്ചതായിരിക്കുന്ന ഈ അന്യജാതിക്കാരും അങ്ങനെ തന്നെ അവർക്ക് തോന്നി എന്നാണ്. It's not even convict them. It doesn't like, just like it doesn't convict many Christians. The rest of the week they are serving another God. ആഴ്ചയുടെ മറ്റു ദിവസങ്ങളില് പണത്തെയോ ലോകത്തിന്റെ മറ്റു കാര്യങ്ങളെയോ ആരാധിക്കുന്ന ഇന്നത്തെ ക്രൈസ്തവരെ പോലെ അവർക്കും മനസാക്ഷിയുടെ ഒരു കുറ്റബോധം തോന്നിയില്ല. അവരുടെ സ്വന്തം ദേവന്മാരെയും ഒരുമിച്ച് ഭജിക്കുവാൻ. See, worship is something that God desires exclusively for himself. ആരാധന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം പൂർണ്ണമായി തനിക്ക് മാത്രം ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. You cannot worship God on Sunday and worship some other God any other day. ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുകയും മറ്റു ദിവസങ്ങളിൽ വേറെ ഏതെങ്കിലും ദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം പരിഹാസ്യമാണ്. You know, the Samaritan woman asked Jesus about worship in John chapter 4. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുന്ന ശമരിയക്കാരിയായ ആ സ്ത്രീ യേശുവിനോട് ആരാധനയെ കുറിച്ച് ചോദിക്കുന്ന രംഗം ഞാൻ ഓർക്കുന്നു. Her question was this. അവൾ യേശുവിനോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. See, she grew up in the same Samaria that we just read of in 2 Kings chapter 7. രാജാക്കന്മാർ 2-ാമത്തെ പുസ്തകം 12-ാം അധ്യായത്തിൽ ഇപ്പോൾ നാം വായിച്ച ഭാഗത്ത് കാണുന്ന ശമരിയയിൽ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ സ്ത്രീ. Some 700 years later, എന്നാൽ 700 വർഷത്തിന് ശേഷം നടന്ന സംഭവമാണ് എന്ന വ്യത്യാസമേയുള്ളൂ. people with a mixed up worship were still there. അപ്പോഴും ശബരിയില് ഈ രണ്ട് തരത്തിലുള്ള ആരാധനയില് ജീവിതം കഴിച്ച ആളുകൾ ആരെയും ഉണ്ടായിരുന്നു. That's why the Pharisees wouldn't even walk through Samaria. അതുകൊണ്ടാണ് പരീക്ഷന്മാർ കടന്നിരുന്ന നിലയിൽ ഭക്തി ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചവർ ശബരിയിൽ കൂടെ നടക്കാൻ പോലും ചെയ്യില്ല. These people are people who worship true God. രണ്ട് ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ് ശമരിയക്കാരെന്ന് അവരുടെ ഉള്ളിൽ വിഷമുണ്ടായിരുന്നു. What the Pharisees didn't realize that they themselves were also worshiping true God. എന്നാൽ പരീക്ഷന്മാരെ മനസ്സിലാക്കാതെ പോയ കാര്യം അവര് ഈ തരത്തിലുള്ള ശമരിയക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അവരും രണ്ട് ദൈവങ്ങളെ ആരാധിച്ചിരുന്നു. Because their second God was not Baal, it was Mammon. അവരുടെ രണ്ടാമത്തെ ദൈവം ഈ മറ്റു ജാതികളെ പോലെ വിലയാതെ ആയിരുന്നില്ല, മറിച്ച് ധനത്തെ പണത്തെയാണ് അവർ ആരാധിക്കുന്നത്.
See what Jesus told them in Luke chapter 16. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു ആ പരീക്ഷന്മാരോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. Verse 13. 13-ാമത്തെ വാക്യം. No servant can serve two masters. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. It's like saying no man can worship two gods. ഒരു മനുഷ്യന് രണ്ട് ദൈവങ്ങളെ ഒരുപോലെ ആരാധിക്കുവാൻ കഴിയില്ലെന്ന് പറയുന്നത് തന്നെയാണ്. You got to choose between one and the other. രണ്ടിൽ ഏതെങ്കിലും ഒന്നിനെ തിരഞ്ഞെടുത്തേ മതിയാകുള്ളൂ. But throughout the history of Israel, they always felt they could serve Jehovah also some other God. എന്നാൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഉടനീളം നാം കാണുന്ന ദുഃഖകരമായ കാര്യം, അവരെ തെറ്റിദ്ധരിച്ചു ജീവനുള്ള സത്യദൈവമായ യഹോവയെയും മറ്റേതെങ്കിലും ദൈവങ്ങളെയും കൂടെ ഒരുമിച്ച് അവർക്ക് കൊണ്ടുപോകാൻ കഴിയും. It's like most believers today feel they can serve the Lord on Sundays and live for money and themselves the rest of the week. ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുകയും ആഴ്ചയുടെ മറ്റു ദിവസങ്ങളിൽ പണത്തിന് വേണ്ടിയും ജീവിതത്തിന്റെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ ജീവിതം സമയം ഒഴിഞ്ഞു വെക്കുവാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന വിശ്വാസികൾ. It's because the pastors themselves love money that they can't deliver other people. എന്തുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം വിശ്വാസികളും ഇത്തരത്തിൽ ജീവിക്കുന്നത്? അവരെ നടത്തുന്ന ആത്മീയ ഇടയന്മാർ, പാസ്റ്റർമാർ, ശുശ്രൂഷകന്മാർ അവർ തന്നെ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ഇരട്ടത്താപ്പിൽ നിന്നും സ്വതന്ത്രരായിട്ടില്ല എന്നുള്ളതാണ്. It's difficult to find among the separated assemblies in Kerala pastors who don't love money. ഒരു ദുഃഖസഭയിൽ ഞാൻ പറയട്ടെ, കേരളത്തിലെ വേർപെട്ട വിശ്വാസികൾ അഭിമാനിക്കുന്നവരുടെ സമൂഹങ്ങളിൽ തന്നെ പണത്തെയും ദൈവത്തെയും കൂടെ ഒരുമിച്ച് സേവിക്കുന്ന പാസ്റ്റർമാരാണ് ഭൂരിപക്ഷവും എന്നുള്ളതാണ് സത്യം. Why do they go to the Gulf and stay there for 3 months, leaving their families here? അവരുടെ കുടുംബത്തെ കേരളത്തിൽ വിട്ടിട്ട് മിക്കവരും ഒരു വർഷത്തിന്റെ 3 മാസം 4 മാസം അതേതെങ്കിലും രാജ്യങ്ങളിൽ പോയി താമസിക്കുന്നതാണ്, അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് സന്ദർശനം നടത്തുന്നത് എന്തുകൊണ്ടാണ്? Why don't they go to Africa or Andaman Islands for living? ആഫ്രിക്കയിലേക്കോ ആൻഡമാൻ ദ്വീപ സമൂഹങ്ങളിലേക്കോ അവർ ദൈവവചനമായി പോകാത്തത് എന്തുകൊണ്ടാണ്? It's because you get money there. കാരണം അമേരിക്കയിലും ഗൾഫിലും ഒക്കെ പോയാൽ കീശ നിറച്ചുകൊണ്ട് മടക്കി വരാം. You can make 1 3-month trip there and come back and build your house. 3 മാസത്തെ ഒരു യാത്ര അമേരിക്കയിലേക്ക് നടത്തിയിട്ട് മടങ്ങി വന്ന് ഒരു നല്ല വീടുണ്ടാക്കാൻ എളുപ്പമാണ്. You can't do that if you're a software engineer or doctor or anything. That takes years. ഇന്ത്യയില് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ ഒരു നല്ല പ്രാക്ടീസ് ഉള്ള ഡോക്ടറോ ആണെങ്കിൽ പോലും ഈ 3 മാസം കൊണ്ട് ഒരു വീടുണ്ടാക്കാനുള്ള പണം ഉണ്ടാക്കാൻ കഴിയും. These are the people who get up in the church to teach other people to worship the true God. അങ്ങനെയുള്ളതായിരിക്കുന്ന ശുശ്രൂഷകന്മാരിൽ അഭിമാനിക്കുന്നവരാണ് അവരുടെ സഭകളിൽ എഴുന്നേറ്റ് നിന്ന് ഏക സത്യദൈവത്തെ ആരാധിക്കുവാൻ ജനത്തെ ഉത്സാഹിപ്പിക്കുന്നത്. Deceivers. വഞ്ചകന്മാരാണ് അവരെന്ന് പറയാൻ ഞാൻ മടിക്കുന്നില്ല. People who follow such people become twofold the child of heaven, no matter how beautiful their worship is on Sunday morning. ഞായറാഴ്ച രാവിലെ ആരാധന എത്ര മനോഹരമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാൽ അങ്ങനെയുള്ളവരെ പിൻപറ്റുന്നവരും ഇരട്ടി നരകത്തിന് യോഗ്യരാണ് എന്നുള്ള മുന്നറിയിപ്പ് ഞാൻ നൽകട്ടെ. I'm not here to tell you which church to go to. ഏത് സഭയിലാണ് നിങ്ങൾ പോകേണ്ടത് അംഗമായിരിക്കേണ്ടതെന്ന് പറയാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. But if you love your soul, don't follow a man who loves money. എന്നാൽ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ പണത്തെ സ്നേഹിക്കുന്ന ഒരു ആത്മീക നേതാവിനെ നിങ്ങൾ ഒരു കാരണവശാലും അനുഗമിക്കരുത്. He may teach you wonderful things. വളരെ അത്ഭുതകരമായ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ അവന്റെ ദൈവത്തിൽ നിന്ന് പഠിപ്പിച്ചത്. A very eloquent speaker. അവൻ വളരെ വാചാലമായി സംസാരിക്കുന്ന ഒരു വാഗ്മിയായിരിക്കാം. Politicians are also eloquent speakers. രാഷ്ട്രീയക്കാരും വളരെ വാചാലന്മാരാണ് നമുക്കറിയാം. If all you want to hear is an entertaining sermon on Sunday morning, ഞായറാഴ്ച രാവിലെ നമ്മുടെ മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന വളരെ വളരെ രസകരമായ ഒരു പ്രസംഗമാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളവരുടെ you might as well listen to a politician. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ പ്രസംഗത്തിന് പകരം നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ പ്രസംഗം കേട്ടാൽ പോരെ. If you want to be a follower of the Lord Jesus Christ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു ശിഷ്യനായിരിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ you must choose to follow a leader who loves only Jesus. യേശുവിനെ മാത്രം മുഴുവൻ സ്നേഹിക്കുന്ന ഒരു ആത്മീയ നേതാവിന്റെ കൂടെയായിരിക്കാൻ സഭയിലായിരിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തണം. Zero love for money. പണത്തോടായിരിക്കുന്ന സ്നേഹം പൂജ്യത്തിൽ നിർത്തുന്നു. പണത്തെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ കണ്ടത്. You will not hear preaching like this today. ഇന്ന് ഇത്തരത്തിലുള്ളതായിരിക്കുന്ന പ്രസംഗം എവിടെ കേൾക്കാം? In Israel, you could not hear preaching like this. ഇസ്രായേലിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കുവാൻ It കഴിയില്ലായിരുന്നു. was a rare man like Elijah who would get up and say, if Jehovah is God, serve him. If Baal is God, serve him. But you can't serve both. യഹോവയായ ദൈവത്തിന്റെ സ്വന്തം ജനം അഭിമാനിച്ചിരുന്ന ഇസ്രായേലിൽ പോലും ദുഃഖകരമായ ചരിത്രം നാം കാണുന്നത് വല്ലപ്പോഴും
ഒരിക്കൽ ഏലിയാവിനെ പോലെ ഒരു പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്യും. ബാലാണ് ദൈവമെങ്കിൽ അവനെ ആരാധിക്കുക, യഹോവയാണ് ദൈവമെങ്കിൽ അവനെ ആരാധിക്കുക. You know what is equivalent today? ഇന്നത്തെ പ്രവാചകന്റെ വാക്കുകൾ ഇന്നത്തേക്ക് വേണ്ടി നാം പറഞ്ഞാൽ Christ is God's servant, if money is God's servant, but you can't serve both. ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവമെങ്കിൽ അവനെ മാത്രം സേവിക്കുക, പണമാണ് ദൈവമെങ്കിൽ അവനെ സേവിക്കുക. രണ്ട് തോണിയിൽ കാല് വെച്ചുകൊണ്ടുള്ള ജീവിതം വേണം. Jesus said in this verse, you can't do it. യേശു ലൂക്കോസിന്റെ സുവിശേഷത്തില് നാം സൂചിപ്പിച്ച വചനത്തിൽ അതാണ് പറഞ്ഞത്. രണ്ടന്മാരെ സേവിക്കാൻ ആർക്കും കഴിയില്ല. Like Elijah said, choose this day whom you will serve. ഏലിയാവ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ദൈവം നമ്മോട് പറയുകയാണ്, ഇന്ന് ഇതേ ദിവസം തിരഞ്ഞെടുപ്പ് നടത്തണം. നിങ്ങൾ ആരെയാണ് സേവിക്കാൻ You പോകുന്നത്? will just fool yourself. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയായിരിക്കും. There were a few prophets who preached like that. അങ്ങനെ ദൈവജനത്തോട് പ്രസംഗിച്ചിരുന്ന ചുരുക്കം ചില പ്രവാചകന്മാർ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. Israel killed most of them. ഇസ്രായേൽ ജനം അങ്ങനെയുള്ള പ്രവാചകന്മാർ മിക്കവരെയും കൊല്ലുകയാണ്. Same thing happens today. ഇന്നും അത് തന്നെ There ചരിത്രമാണ്. are a few prophets in Christendom who preach the truth. ദൈവത്തിന്റെ സത്യവചനം കലർപ്പില്ലാതെ പ്രസംഗിക്കുന്ന വളരെ ചുരുക്കം പ്രവാചകന്മാരും ക്രൈസ്തവ ലോകത്തിൽ ഇന്നുള്ളൂ. We don't kill them with swords today, we kill them with our tongue. പലപ്പോഴും നാം വാളുകൊണ്ടല്ല അവരെ ഇല്ലാതെയാക്കുന്നത്, നമ്മുടെ നാവ് കൊണ്ടാണ് അവരെ നാം And നിഗ്രഹിക്കുന്നത്. since most preachers want to be popular, they don't preach the truth. മിക്ക ക്രിസ്തീയ പ്രസംഗകരും ജനത്തിന്റെ കയ്യിൽ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സത്യം കലർപ്പില്ലാതെ സംസാരിക്കുക. But Jesus didn't want popularity. എന്നാൽ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിക്കുക, അവൻ ജനപ്രീതി നേടുവാൻ ആഗ്രഹിച്ച He ഒരു said, പ്രസംഗിയായിരുന്നില്ല. you've got to choose അവൻ വളരെ വ്യക്തമായി പറഞ്ഞു, ജനത്തോട് പറഞ്ഞു, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന God or Baal, ദൈവത്തെയോ ബാലിനെയോ, Christ, God or Mammon. യേശു ക്രിസ്തുവിനെയോ സത്യദൈവത്തെയോ മാമോനെയോ നിങ്ങൾ ആരെ It സ്നേഹിക്കും? says here, verse 30, you must love one and hate the other. 11-ാം അധ്യായത്തിൽ നാം കാണുന്നത്, നിങ്ങൾ ഒന്നിനെ സ്നേഹിച്ച് മറ്റൊന്നിനെ But hate also one and despise the other. നിങ്ങൾ ഒന്നിനോട് ചേർന്ന് മറ്റേതിനോട് വിട പറയും. Who were the ones who despised him? ആരാണ് അവനെ ഏറ്റവും അധികം എതിർത്തത്? Not the Samaritans. ശമരിയക്കാരല്ല യേശുവിന്റെ ഈ വാക്കുകളോട് എതിർത്തത്. See the next verse. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക. The Pharisees, who were lovers of money. 14-ാം വാക്യം, ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ Listen to this. ഈ വാക്കുകൾ കേട്ട് അവനെ പരിഹസിച്ചു. Scoffed at him. പരീശന്മാർ അവനെ പരിഹസിച്ചു. ഈ വാക്കുകൾ അവരിലുള്ള വാക്യ പ്രതികരണം. What is he preaching? പരീശന്മാർ പറഞ്ഞു കാണുന്നു, ആ ഒരു പ്രസംഗം വന്നിരിക്കുന്നു. എന്തൊരു പ്രസംഗമാണ്, ഇതാണോ പ്രസംഗിക്കുന്നത്? Are you saying something like that right now? നിങ്ങൾ ചിലരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ കടന്നു പോകുന്നുണ്ടോ? You're speaking against the words of Jesus Christ, not my words. ഞാൻ നിങ്ങളെ ഓർമ്മിക്കേണ്ട സ്നേഹത്താൽ ഓർമ്മിക്കട്ടെ. നിങ്ങൾ എനിക്കെതിരെയല്ല ആ ചിന്തകൾ ഉയർത്തുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെതിരെയാണ്. അവനാണ് ഈ വാക്കുകൾ What പറഞ്ഞത്. Jesus said to them, യേശു അവരോട് പറഞ്ഞു, you are only interested in justifying yourself in the sight of men that you're very holy people. നിങ്ങൾ മനുഷ്യരുടെ മുൻപാകെ നിങ്ങൾ തന്നെ നീതീകരിക്കുന്നവരാണ്. That means just to show that you're very holy people before men. മനുഷ്യരുടെ മുൻപാകെ നിങ്ങൾ വളരെ വിശുദ്ധരാണ് എന്നുള്ള ഒരു ചിത്രമാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. God knows your heart. ദൈവമോ നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. He knows what you worship 6 days of the week. ആഴ്ചയിൽ 6 ദിവസങ്ങൾ നിങ്ങൾ ആരുടെ മുമ്പിലാണ് വീണ് ആരാധിക്കുന്നതെന്ന് ദൈവത്തിന് അറിയാം. In John chapter 4, the woman of Samaria asked Jesus, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യക്കാരിയായ സ്ത്രീ യേശുവിനോട് ചോദിച്ചു. she said there's a big argument here. അവൾ പറഞ്ഞത്, ഗുരു, ഈ പ്രദേശത്ത് ഒരു വലിയ തർക്ക വിഷയമാണ്. Verse 20, 20-ാം വാക്യം, our fathers say you got to worship in this mountain. ഞങ്ങളുടെ പിതാക്കന്മാരെ പറഞ്ഞത് ഈ മലയിലാണ്, ഗെരസീം മലയിലാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുക. You people say you got to go to Jerusalem to worship. യേശുവേ, നീ ഒരു യഹൂദനാണല്ലോ, നിങ്ങൾ യഹൂദന്മാർ പറയുന്നത് യെരൂശലേമിലാണ് സത്യ ആരാധനയ്ക്കുള്ള ഇടമെന്നാണ്. Same type of argument today. ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ കാണുന്നതായിരിക്കുന്ന തർക്കങ്ങളുടെ ഏതാണ്ട് അതേ സ്വഭാവം. One group will say this is the place. ഒരു കൂട്ടർ പറയും ഇതാണ് ഇവിടെയാണ്, ഇതാണ് യഥാർത്ഥ You സഭ. must stay in the Martha church. മർത്തോമാ ചർച്ചിൽ സഭ, നല്ല യാക്കോബ സഭ, അതാണ് പൗരാണിക സത്യസഭ. Other people say, no, you got to leave that. You must be in the Brethren church or the Pentecostal church. എന്നാൽ മറ്റു ചിലർ പറയും അങ്ങനെയുള്ള സഭകളൊക്കെ വചനവിരുദ്ധ സഭകളാണ്, നിങ്ങൾ ആ സഭകളൊക്കെ വിട്ടിട്ട് ഒന്ന് ഈ ബ്രദറൻ സഭയിൽ വരണം. മറ്റ് പെന്തക്കോസ്തുകാർ പറയും നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം. Lord Jesus, what is